നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ പ്രത്യേകാൽ അറിയിക്കുകയാണ്. COVID-19 എന്നറിയപ്പെടുന്ന വൈറസ് ബാധ നിമിത്തം, അഥവാ കൊറോണ വൈറസ് 2019 എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറസ് ബാധ നിമിത്തം പല രാജ്യങ്ങളിലായി പലരും കഷ്ടപ്പെടുന്നതായി നാം അറിയുന്നു. അവർക്കായി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തൽഫലമായി നമ്മുടെ കൊച്ചു രാജ്യമായ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഈ ദിവസങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ, സംസ്ഥാനത്തെ നയിക്കുന്ന പ്രിയപ്പെട്ടവർ കഠിനമായി അതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ രോഗത്തെ നാം ഭയക്കുകയല്ല, മറിച്ച് ജാഗ്രതയോടെ അതിനെതിരെ പൊരുതുക എന്നുള്ളതാണ് അത്യാവശ്യം. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന പ്രിയപ്പെട്ടവരും അറിയിക്കുന്ന രേഖകൾ, അവർ പറയുന്ന നിയമങ്ങൾ നാം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ മുൻകരുതലിനേക്കാൾ വലുത് ആവശ്യം വളരെ പ്രാർത്ഥനയോടുകൂടിയുള്ള സംയമനത്തോടുകൂടിയുള്ള ഇടപെടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. COVID-19 മുൻകരുതലിനെ പ്രതി ദൈവാലയങ്ങൾ അടയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദൈവാലയങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് പ്രാർത്ഥനയും വചനധ്യാനവും ഉയരട്ടെ. അവിടുത്തെ വചനധ്യാനത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ മാതാപിതാക്കൾക്ക് കഴിയട്ടെ. ഇനിയും അല്പകാലം കഴിഞ്ഞാൽ വരുവാനുള്ളവൻ വരും, ഇനിയും താമസിക്കുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഭയത്തോടുകൂടെ നമ്മുടെ പ്രവാസകാലം ഓടിത്തികയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ച ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ കർത്താവിൽ ആശിക്കുന്നു. വിശുദ്ധ നഹും പ്രവാചകൻ എഴുതിയിരിക്കുന്ന പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് 2-3 ചിന്തകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. നഹും പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 9-ാം വാക്യവും അതിന് അനന്തരമായി 12-ാം വാക്യവും തുടർന്ന് ധ്യാനത്തിനായി വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം: യഹോവ ദീർഘക്ഷമയുള്ളവനും മഹാശക്തിമാനുമായ ദൈവമാണ്. എന്നാൽ 9-ാം വാക്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു: കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല എന്ന് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും ബൈബിളിലെ പ്രവാചകന്മാരെ 2ആയി തിരിച്ച് പഠന സൗകര്യാർത്ഥം തിരിച്ച് പഠിക്കുന്ന ഒരു പതിവുണ്ട്. വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പ്രവാചകനാണ് യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ തുടങ്ങിയുള്ളവർ. എന്നാൽ ഹോശയ തുടങ്ങി മലാക്കി വരെയുള്ള പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് പഠനവിധേയമാക്കുന്നത്. അതിൽ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പ്രവാചകനാണ് നഹും പ്രവാചകൻ. തൻ്റെ പ്രവചന സൂക്തത്തിനകത്ത് നിനവയെക്കുറിച്ചാണ് താൻ പ്രവചിക്കുന്നത്. നിനവയ്ക്ക് ഏകദേശം 38 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന എൽക്കോശ് എന്ന നാട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ് നഹും പ്രവാചകൻ എന്ന് കാണാം. ഫലപുഷ്ടിയുള്ള, എന്തുകൊണ്ടും അനുഗ്രഹമായ, ശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന എൽക്കോശ് ഗ്രാമ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നഹും പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനാത്മാവിൽ നൽകുകയാണ്. നിനവയെക്കുറിച്ച് നീ ഇന്നത് വണ്ണം പ്രവചിച്ച് പറയണം എന്ന് പറഞ്ഞ് 1-ാം അധ്യായത്തിൽ നിനവയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നഹും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, അഥവാ തീഷ്ണത ജ്വലിപ്പിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. അടുത്ത 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാശക്തിമാനുമാണെന്ന് കാണുന്നു. അഥവാ നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാശക്തിമാനുമാണെന്ന് പറയുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവം നീതിയുള്ള ദൈവമാണെന്ന് കാണുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ 4-5 വാക്യത്തിൽ ദൈവം സർവശക്തി
ശക്തിയുള്ള ദൈവമാണെന്ന് കാണുന്നു. 6-ാം വാക്യത്തിൽ ദൈവം വിശുദ്ധിയിൽ അരുളുന്ന ദൈവമാണെന്ന് കാണുന്നു. അടുത്ത വാക്യത്തിൽ ദൈവം നന്മയുള്ള ദൈവമാണെന്നും അവൻ സർവജ്ഞാനിയായ ദൈവമാണെന്നും പരിചയപ്പെടുത്തുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, മഹാശക്തിമാനായ ദൈവമാണ്, നീതിയുള്ള ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ്റെ മുമ്പിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല എന്ന് പ്രാരംഭ ചാപ്റ്ററിൽ തന്നെ നഹും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നാം വായിച്ച 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്, ഇനിയും കഷ്ടത പൊങ്ങി വരികയില്ല. 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇനിയും കഷ്ടത പൊങ്ങി വരികയില്ല. ആ വാക്യത്തെ ബേസ് ചെയ്ത് 1-2 ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. സാധാരണ നിലയിൽ ഇല്ല എന്ന ഒരു വാക്ക് നിഷേധാത്മകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായി, ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല, സാറ് അല്ലെങ്കിൽ അധ്യാപകൻ ശിക്ഷ തരാതിരിക്കില്ല. ഈ പദങ്ങളൊക്കെ ഒരു നിഷേധാത്മകമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും അതേ പദം തന്നെയാണ് പറയുന്നത്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്, അവൻ ശിക്ഷിക്കാതെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയുള്ള ദൈവമാണെങ്കിൽ പോലും, മഹാദയാലുവായ ദൈവമാണെങ്കിലും അവൻ ശിക്ഷിക്കാതെ വിടുന്ന ദൈവമല്ല എന്ന് നഹും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ അടുത്ത 3 വാക്യത്തിനകത്ത് നഹും പരിചയപ്പെടുത്തുന്നത് ആശ്വാസകരമായ പദമാണ്. ഇല്ല 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 എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ആശ്വാസത്തിന് പദമാണ്. 9-ാം വാക്യത്തിൽ ഇനിയും കഷ്ടത പൊങ്ങി വരിക ഇല്ല ഇല്ല. അടുത്തത് 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇനിയും അവൻ നിന്നെ താഴ്ത്തുക ഇല്ല. അടുത്തത് 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇനിയും നിസ്സാരൻ നിന്നിൽ കൂടി കടക്കുക ഇല്ല. 3 പദങ്ങൾ അവിടെ പറയുന്നു. കഷ്ടത പൊങ്ങി വരികയില്ല, 2 ഇനിയും നിന്നെ താഴ്ത്തുകയില്ല, 3 ഇനിയും നിസ്സാരൻ നിന്നിൽ കൂടി കടക്കുകയില്ല. ആദ്യ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കഷ്ടത പൊങ്ങി വരികയില്ല. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവം ബെന്യാമിൻ ഗോത്രത്തിൽ കീശിൻ്റെ മകനായ ശൗലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ ശൗല് മാറിപ്പോയിട്ട് തൽസ്ഥാനത്തേക്ക് ദൈവം ബോധിച്ച പുരുഷനായി ദാവീദിനെ പിന്നത്തേതിൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ദാവീദിൻ്റെ കാലശേഷം 3-ാമത്തെ രാജാവായി തൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച തൻ്റെ മകനായ ശലോമോനാണ് പിന്നീട് രാജത്വം ഏറ്റെടുത്തത്. ശലോമോൻ്റെ കാലത്തിൻ്റെ അനന്തരം രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതിൽ ഒന്ന് ഇസ്രായേൽ എന്നും മറ്റൊന്ന് യഹൂദയെന്നും വേർതിരിക്കപ്പെട്ടു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, രെഹബിയാമിന് 2 ഗോത്രങ്ങൾ മാത്രമേ ലഭിച്ചുള്ളെന്നും യൊരോബെയാം ബാക്കി 10 ഗോത്രങ്ങൾക്ക് ചക്രവർത്തിയായി എന്നും കാണുവാൻ കഴിയുന്നു. എന്നാൽ നമ്മുടെ പ്രമേയത്തോട് ചേർന്ന്, നമ്മുടെ ചിന്തയോട് ചേർന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇങ്ങനെയാണ് കഴിയുന്നത്. ഇസ്രായേലിലെ 10 ഗോത്രത്തെ, അഥവാ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന 10 ഗോത്രത്തെ പെട്ടെന്ന് അസീറിയൻ ചക്രവർത്തി വന്ന് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി കളഞ്ഞു, അവരെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ അനന്തരം അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന 2 ഗോത്രമായ യഹൂദിയെ തോൽപ്പിക്കാൻ വേണ്ടി അസീറിയൻ ചക്രവർത്തിമാർ തന്ത്രങ്ങൾ മെനയുകയാണ്. 10 ഗോത്രത്തിന് അസീറിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തോൽവി അവർ സമ്മതിക്കുമ്പോൾ, അവർ തോറ്റ് പിന്മാറുമ്പോൾ 2 ഗോത്രം എങ്ങനെ പിടിച്ചു നിൽക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആ 2 ഗോത്രത്തോട് ദൈവാത്മാവ് പറയുകയാണ്, ഇനിയും നിങ്ങൾ പേടിക്കേണ്ട, കഷ്ടത നിങ്ങൾക്ക് പൊങ്ങി വരത്തില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇനിയും അസീറിയൻ ചക്രവർത്തിമാർ നിങ്ങൾക്കെതിരെ യുദ്ധവുമായിട്ട് വരത്തില്ല. ഇത് അരുളി ചെയ്യുന്നത് മനുഷ്യൻ്റെ വാക്കല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. സാക്ഷാൽ ദൈവപുത്രൻ പറയുകയാണ്, സാക്ഷാൽ ദൈവം പറയുകയാണ്, ഇനിയും കഷ്ടത പൊങ്ങി വരികയില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇതിനകത്തുനിന്നൊരു ആത്മീയ ദൂതും കൂടെ കൈമാറുകയാണ്. ദൈവം പറയുകയാണ്, കഷ്ടത
പൊങ്ങി വരികയില്ലെന്ന്, ഇനിയും ഒരനർത്ഥം വരത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്നവർ ആ നിൽക്കുന്ന നിൽപ്പിലിരിക്കുന്ന ഇരിപ്പിലിരുന്ന് നിങ്ങൾ ആമേൻ പറയുക. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മേൽ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് മേൽ ഇനിയും അത് ആവർത്തിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും ആ പ്രശ്നം തലപൊക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ദൈവവചനം പറയുകയാണ്, കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല. അപ്പൊ ഒന്നാമത്തെ ചിന്ത നഹും പ്രവാചകൻ പറയുകയാണ്, കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല. രണ്ടാമത് വീണ്ടും അവരോട് ആവർത്തിച്ച് 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഇനിയും നിന്നെ താഴ്ത്തിക്കളയുകയില്ല. ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനിയും നിന്നെ താഴ്ത്തുകയില്ല. അർത്ഥാൽ അസീര്യക്കാർ പൂർണ്ണ ശക്തരാണ്, ഇവരെക്കാൾ ജനബാഹുല്യമുണ്ട്, ഇവരെക്കാൾ ശക്തരാണ്, ആയുധങ്ങൾ അവർക്കുണ്ട്. എന്തുകൊണ്ടും അവർ അറിയപ്പെടുന്നവരാണ്. ഈ കൊച്ചു രാജ്യത്തിനെതിരെ, 2 ഗോത്രങ്ങളടങ്ങിയ രാജ്യത്തിനെതിരെ അവർ വന്നാൽ ഈസിയായിട്ട് അവർക്ക് ജയിച്ച് ഇവരെ തോൽപ്പിക്കാനായിട്ട് കഴിയും. പക്ഷേ തമ്പുരാൻ അവരോട് ദൂത് പറയുക, ഈ ചെറിയ രാജ്യമായ യഹൂദയെ നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയത്തില്ല. കാരണം എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഉള്ളതാണ്. അപ്പം രണ്ടാമത്തെ ചിന്ത നമുക്ക് നൽകുന്നത്, നമ്മെ താഴ്ത്തിക്കളയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ചിന്ത നമ്മുടെ അകത്ത് കടന്നുകൂടട്ടെ. ലോകത്തിലെ ഏതൊക്കെ ശക്തികൾ കിടന്നു ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മെ താഴ്ത്തിക്കളയാൻ കഴിയത്തില്ല. എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, എന്നോടുള്ള ദൈവിക ആലോചനകൾ, എന്നോടുള്ള വാഗ്ദാനങ്ങൾ നിറവേറാതെ ഒരു ശക്തിക്കും എന്നെ താഴ്ത്തിക്കളയാനാവില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും നിലത്ത് വീഴുകയില്ല. എന്നെ താഴ്ത്തിക്കളയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് പറയുന്നത്, ഇനിയും നിസ്സാരൻ നിന്നിൽ കൂടി കടക്കുകയില്ല. മൂന്നാമത്തെ ചിന്ത, ഇനി നിസ്സാരൻ നിന്നിൽ കൂടെ കടക്കുകയില്ല. 1, കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല. 2, ഇനിയും നിന്നെ താഴ്ത്തിക്കളയത്തില്ല. മൂന്നാമത്തെ ചിന്ത, ഇനിയും നിസ്സാരൻ നിന്നിൽ കൂടി കടക്കുകയില്ല. 1, അസീര്യക്കാർ വലിയവരാണ്. 2, മിക്ക രാജ്യങ്ങളെ അപേക്ഷിച്ചും അവർ ശക്തന്മാരാണ്. ഇവർക്കൊരു ഭീഷണി തന്നെയാണ്. മൂന്നാമത്, എന്നാൽ ദൈവം അവരെ വിളിക്കുന്ന പേര് കേട്ടോ, നിസ്സാരർ എന്ന് പറഞ്ഞാൽ യഹൂദയുടെ മുമ്പിൽ ഇവർ ശക്തന്മാരാണ്. യഹൂദയുടെ മുമ്പിൽ അവർ പ്രജാബാഹുല്യമുള്ളവരാണ്. യഹൂദയുടെ മുമ്പിൽ അവർ അതിശക്തന്മാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ നിസ്സാരന്മാരായിട്ടാണ് തമ്പുരാൻ കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അവർ ദൈവം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിസ്സാരന്മാരായിട്ട് ദൈവം കാണുന്ന ഈ ജനതയെ വലുതായിട്ട് അവർ കാണുകയാണ്. കണ്ടിട്ട് ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഈ ജനത്തെ ഭയപ്പെടുന്ന ഒരു തലമാണ് അവിടെ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കി പറയുകയാണ്, നിങ്ങൾ നിസ്സാരന്മാരായ സാധാരണക്കാരായ ഈ ജനത്തെ നിങ്ങൾ പേടിക്കേണ്ട, കാരണം നിങ്ങളോടുകൂടെ ഞാനുണ്ട്. ഈ സന്ദേശം ദൈവം നമുക്ക് നൽകുകയാണ്. ഇന്ന് ഈ പകൽ നിങ്ങൾ ഈ സന്ദേശം പ്രത്യേകം കേൾക്കുക. ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്, ഒരു നിസ്സാരന് നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിശക്തന്മാരാവാം ശത്രുക്കൾ, പ്രജാബാഹുല്യമുള്ളവരാകാം, ശക്തന്മാരാകാം, കഴിവുള്ളവരാകാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ നിസ്സാരന്മാരാണ്, അവർ കഴിവില്ലാത്തവരാണ്. എന്നാൽ ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമുണ്ട്. എൻ്റെ മുമ്പിൽ മഹാപർവ്വതമായ ചില പ്രശ്നങ്ങൾ നിന്നേക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിന് മുമ്പിൽ അതെല്ലാം നിസ്സാരമാണ്, അതെല്ലാം ബലഹീനമാണ്. അപ്പം ഈ 3 ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് കയറട്ടെ. 1, കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല. 2, ഇനിയും നിന്നെ ശത്രു താഴ്ത്തിക്കളയത്തില്ല. 3, നിസ്സാരൻ നിന്നിൽ കൂടെ കടക്കുകയില്ല. ഈ 3 ചിന്തയും നിഷേധാത്മകമായിട്ടല്ല, മറിച്ച് ആശ്വാസമായിട്ട് ദൈവം നമുക്ക് നൽകുകയാണ്. ഈ ചിന്തയെ നമുക്ക് ഏറ്റെടുക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലേക്ക് നമുക്ക് ആഴത്തിൽ എഴുതാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ താഴ്ത്താൻ ഒരാൾക്കും കഴിയത്തില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കഷ്ടതയ്ക്ക് നമ്മളെ വിഴുങ്ങിക്കളയാൻ കഴിയത്തില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു നിസ്സാരനും അല്ല, ശക്തന്മാർ ാണെന്ന് കരുതുന്നവർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തോടു കൂടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം എല്ലാവർക്കും അവസരം നൽകട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവേശ്വരനായ ദൈവം എല്ലാവരെയും സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൽ ആശിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥനിൽ മൂടാം.
ഈ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും കൂടെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, സഹായത്തിനും കൃപയ്ക്കുമായും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഷ്ടത ഇനിയും പൊങ്ങി വരികയില്ല. ആർക്കും നിന്നെ താഴ്ത്തിക്കളയാൻ കഴിയുകയില്ല. നിസ്സാരം നിന്നിൽ കൂടെ കടക്കുകയില്ലെന്ന് അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തല്ല കർത്താവേ. സകലത്തെയും ജയിപ്പാനുള്ളൊരു പ്രത്യേക കൃപ ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ നീ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് കർത്താവേ നീ അവരുടെ മേൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 നിമിത്തം കഷ്ടപ്പെടുന്ന എല്ലാ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ ജനതകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇത്തരണത്തിൽ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുകയും അവർക്ക് ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമാക്കണം. പുത്രൻ തമ്പുരാന്റെ നാമം ഞങ്ങളുടെ മഹിമപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.